ഒരു വലിയൊരു വണ്ടി ട്രെയിനിന്റെ ഒരു ബോഗിയായിട്ടും കാണുന്നുണ്ട്, അതേസമയം തന്നെ നമ്മുടെ ഒരു ട്രക്കായിട്ടും കാണുന്നുണ്ട്. RV മായ അടുത്തൊരു ഞെട്ടിക്കുന്ന ദുരന്തം നടക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ വന്ന കുറേ അധികം കമന്റ്സുകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ മലയാളികള് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരുതരം മനുഷ്യരാണല്ലോ എന്ന് ആ കമന്റുകൾ വായിച്ച് തോന്നിപ്പോകും. അതിലെ ആദ്യത്തെ ഒരു കമന്റ് ഞാൻ വായിക്കാം. ഇങ്ങനെയുള്ള ആളുകളെ കളിയാക്കുന്നത് ശരിയല്ല. അവരുടെ രീതിയും നിങ്ങളുടെ രീതിയും വ്യത്യാസമുണ്ട്. അവർ പറഞ്ഞ ബസ് അപകടങ്ങളും നടന്നു. കാശ്മീരിൽ ഉധംപൂരിൽ എന്ന സ്ഥലത്ത് 16 പേർ മരിച്ചു. ഇതാണ് ഒരു കമന്റ്. ഓക്കെ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാശ്മീരിലെ ഉധംപൂരിൽ പക്ഷെ 16 പേരിലട്ടോ 21 പേർ മരിച്ചിട്ടുണ്ട്. ഇത് നടന്നത് ഏപ്രിൽ 20-നാണ്. ഏപ്രിൽ 11-ന് ബീഹാറിലെ കട്ടിനർ എന്ന സ്ഥലത്ത് ഇതേപോലുള്ള ഒരു ബസ് ആക്സിഡന്റ് നടന്നിരുന്നു. അതിൽ മരിച്ചത് 10 പേരായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ആക്സിഡന്റുകൾ നമ്മുടെ രാജ്യത്ത് അങ്ങും ഇങ്ങും ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ഈ മാസം മാത്രമല്ല, മാർച്ച് മാസം നടന്നിട്ടുണ്ട്, ഫെബ്രുവരി മാസം നടന്നിട്ടുണ്ട്, ജനുവരി മാസം നടന്നിട്ടുണ്ട്, 2025 നടന്നിട്ടുണ്ട്, അതിന് മുന്നേ നടന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. ഈ കാശ്മീരിലെ ആക്സിഡന്റ് നടന്നതിൽ അതൊരു മേജർ ആക്സിഡന്റ് ആയതുകൊണ്ട് അതൊരു വാർത്തയായത് മാത്രം. അതും RV മായയുടെ പ്രഡിക്ഷനും കൂട്ടി കുഴച്ചിട്ട് ഇത് RV മായ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് നടന്നത്, ഇത് മുന്നേ RV മായ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാല് ആര് വിശ്വസിക്കാൻ വേണ്ടി. 2013 മഹാരാഷ്ട്രയിൽ താന എന്ന സിറ്റിയിൽ ഒരു ബസ് ആക്സിഡന്റ് നടന്നിരുന്നു. അതിൽ 45+ ആൾക്കാരാണ് മരിച്ചത്. 2014 ഹിമാചൽ പ്രദേശിലെ ഒരു ബസ് ആക്സിഡന്റ് നടന്നു. അത് 44 പേരാണ് മരിച്ചത്. 2012 തെലങ്കാനയിൽ ഒരു 40 പേർ മരിച്ച ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ബസ് ആക്സിഡന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2026 ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിലും ബസ് ആക്സിഡന്റ് നടന്നിരുന്നു, ആളുകൾ മരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആക്സിഡന്റുകൾ രാജ്യത്തിന്റെ പല ഭാഗത്ത് നടക്കുന്നു. അതൊരു മേജർ ആക്സിഡന്റ് ആകുമ്പോൾ വാർത്ത വരുന്നു. ഇതൊക്കെയാണ് ഈ കമ്പനിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് അടുത്ത കമന്റ് വായിക്കാം. വാഹന നമ്പർ കൂടി ഒത്തുവന്നത് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അടുത്ത കമന്റ്. അത് നിങ്ങൾ എന്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ്. ആ വാഹന നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത കമന്റ്, അവർ ഒരു പ്രവചനമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, പലതവണ പറഞ്ഞല്ലോ, എല്ലാം എങ്ങനെ ശരിയായി. ഇതാണ് അടുത്ത കമന്റ്. അത് ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ദുരന്തങ്ങളുടെയും ആക്സിഡന്റുകളെയും മരണങ്ങളുടെയും പ്രവചനം നടത്തി കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലോ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലോ ഈ ദുരന്തങ്ങളും ഈ മരണങ്ങളും ഈ ആക്സിഡന്റുകളും നടക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എല്ലാം മായ പ്രവചിക്കുന്നതൊക്കെ ദുരന്തങ്ങളെ കുറിച്ചും മരണങ്ങളെ കുറിച്ചും ആക്സിഡന്റിനെ കുറിച്ചും മാത്രമാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ പ്രവചിച്ചായിട്ട് മായ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് പറയുന്നില്ല? ഈ അഭിമുഖത്തില് ഞാനിപ്പോ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഈ മായ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്, News 18 മലയാളത്തിന് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. താങ്കൾ ഏതായാലും ചാനൽ നടത്തുന്നല്ലേ, താങ്കൾ 2-3 പ്രവചനങ്ങൾ നടത്തി നോക്കൂ, ശരിയായി വരുമോ എന്ന് നോക്കാം. ഇതാണ് അടുത്ത കമന്റ്. ഞാൻ അതിന് പ്രവാചകനാണെന്നോ ടെലിപ്പതി അറിയുന്ന ആളാണെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ലോ, ഞാൻ എന്തിനീ പ്രവചനം നടത്തുന്നത്? ഇതൊക്കെയാണ് ചില കമന്റുകൾ. ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല. ഇനി നമുക്ക് മായയുടെ News 8 കൊടുത്ത ആ അഭിമുഖം, ആ ഇന്റർവ്യൂ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. അതില് നടക്കാൻ പോകുന്ന 2 അപകടത്തെ കുറിച്ചിട്ട് പ്രവചിക്കുന്നുണ്ട്. തുടക്കം എങ്ങനെയാണ്, എവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പാർക്ക് കിട്ടുന്നത്? ഇത് ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് കഴിവാണെന്ന് നമുക്ക് ചെറുപ്പത്തിൽ അറിയത്തില്ല. പിന്നെ ഒന്ന് മുതിർന്ന് സൈക്കോളജി ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് നമുക്ക്. ഈ ഒരു പ്രീ കൊഗ്നിഷൻ, അതേപോലെ തന്നെ ടെലിപ്പതി, അതേപോലെ തന്നെ ഇൻഡ്യൂഷൻ ഒക്കെ ഒരു പ്രത്യേക കഴിവാണ്. അതൊരു സൈക്കോളജിക്കൽ ഒരു എബിലിറ്റിയാണ്. അല്ലെങ്കിൽ അത് മനുഷ്യന് അല്ലെങ്കിൽ ലക്ഷത്തിലൊരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ മാത്രം കിട്ടുന്ന കുറച്ച് കഴിവുകളാണെന്ന് ഞാനത് തിരിച്ചറിഞ്ഞത്. നേരത്തെ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പണ്ടുള്ള തലമുറ പറയുന്നത് കരുനാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതൊരു കഴിവാണ്, നമുക്ക് ഭാവി പറയാൻ പറ്റും. അതേപോലെ തന്നെ വർത്തമാനകാലത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്.
പക്ഷെ ആ കഴിവ് നമ്മളെ എന്തോരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാത്ത ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു 16-17 വയസ്സ് തൊട്ടാണ് ഞാൻ ഇതിനെ കൂടുതലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയുന്ന ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും അത് കറക്റ്റ് ആവുന്നുണ്ട്, അതങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് BSc ബോട്ടണി ആയിരുന്നിട്ട് എനിക്ക് പിന്നെ ഒരു സൈക്കോളജി പഠിക്കണം, MSW സോഷ്യൽ വർക്ക് ഒക്കെ പഠിക്കണം എന്നായിരുന്നു എന്റെ മൈൻഡിൽ. ഞാനൊരു സോഷ്യൽ വർക്ക് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിലോട്ട് പോയപ്പോഴാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ഒരു സംഭവം അത് കൃത്യമാണ്, അത് സയൻസ് ബേസിക് ആണെന്ന് മനസ്സിലാക്കുന്നതും ആ ഒരു ഈ പ്രവചനത്തെ സയൻസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ഒരിക്കലും. ഈ ടെലിപ്പതി ആവട്ടെ പ്രവചനാകട്ടെ ഇതുവരെ ഒരു സയന്റിഫിക്കലി പ്രൂഫ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ രണ്ട് സംഭവങ്ങൾ. അത് സയന്റിഫിക് ആയിട്ട് സയൻസ് ആയിട്ട് ഒരിക്കലും കൂട്ടിക്കുഴക്കരുതമായ ഇത് വെറും സ്യൂഡോ സയൻസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. സയൻസ് ആയിട്ട് കൂട്ടിക്കുഴക്കാൻ പാടില്ല ഒരിക്കലും. നമുക്ക് അടുത്തത് പറയുന്നത് നോക്കാം. വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അടുത്തെന്തെങ്കിലും പ്രവചിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണോ, അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം എന്തെങ്കിലും ആയിട്ട് കാണുന്നുണ്ടോ ഉള്ളിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വലുത്? അടുത്തൊരു ദുരന്തമായിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടെണ്ണം. ഒന്ന് ആ ഒരു ബസ്സിന്റെ അപകടം, നമ്മുടെ നാട്ടിലല്ലാത്ത നടക്കുന്നൊരു ബസ് അപകടം. അതേപോലെ തന്നെ പിന്നുള്ളത് ആതിരപ്പള്ളി പോലുള്ള വലിയൊരു, ഒന്നിൽ ആതിരപ്പള്ളിയാകാം, നമുക്ക് ഏറ്റവും ഉയരത്തിലുള്ളത് ആതിരപ്പള്ളിയാണ്. അതുപോലെ വലിയ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുകളിൽ നിന്ന് 3 കുട്ടികൾ വീഴുന്നതായിട്ടും അതിലൊരാൾ മരിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത്. അപ്പൊ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രിപ്പ് പോകണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ മുടക്കുകയല്ല, നിങ്ങൾ എല്ലാവരും ട്രിപ്പ് പോവുക, പക്ഷെ മാക്സിമം ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ പാറക്കൂട്ടങ്ങളായിക്കോട്ടെ എവിടെയായാലും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നായിട്ടൊരു ഇത് കണ്ടത്, ഒരു വലിയൊരു വണ്ടി ട്രെയിനിന്റെ ഒരു ബോഗിയായിട്ടും കാണുന്നുണ്ട്, അതേസമയം തന്നെ നമ്മുടെ ഒരു ട്രക്കായിട്ടും കാണുന്നുണ്ട്. അത് ഞാൻ ആരും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല, അത് നമ്മുടെ സേനയാണ് കാണുന്നത്. അത് പോലീസാകാം ആർമി ആകാം, ആരായാലും വളരെ സങ്കടകരമുണ്ട്. എനിക്കിത് എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതും ഞാനൊരു ടെലിപ്പതിയായിട്ട് കണ്ടതാണ്. അവർ വരുന്ന ഒരു വാഹനം ഇതേപോലെ തന്നെ തീ പിടിക്കുന്നതായിട്ടോ, അതെങ്ങനെയാണ് തീ പിടിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ അത് തീ പിടിക്കുന്നതായിട്ടും അതൊരു ദുരന്തമായിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു ചെറിയൊരു കുട്ടിയെയും കാണുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്താ അങ്ങനെ കണ്ടേന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഞാൻ ഈ വാൽപ്പാറ ദുരന്തം നടന്ന ആ ഒരു സമയത്ത് വന്നൊരു ടെലിപ്പതി ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും നോക്കാനോ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും, കാരണം ഞാൻ ഭയങ്കര മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്ന സമയത്ത് കണ്ട ഒരു ടെലിപ്പതിയാണത്. ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നപ്പം കണ്ടതാണ്. അതിനും ചുമ്മാ കണ്ടതാണോ എന്താണെന്ന് അറിയത്തില്ല, കാരണം ഇതിന് മുൻപേ ഒക്കെ ഞാൻ ടെലിപ്പതി കണ്ട സമയത്തെല്ലാം എന്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു, കണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്ന സമയത്ത് കിട്ടിയതാണ്. ഇപ്പൊ മായ പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഇതാണ്. ഒന്ന് ബസ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് വന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അതിന്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള കുത്തനെയുള്ള ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നോ മൂന്ന് കുട്ടികൾ വീഴും, അതിൽ ഒരു കുട്ടി മരിക്കും എന്നാണ് അടുത്ത പ്രവചനം. അതിനുശേഷം പിന്നെ കണ്ടത് ഒരു ട്രക്ക് തീപിടിക്കുന്നത്. അത് ചിലപ്പോ അതിലൊരു കുട്ടിയുണ്ട് കേട്ടോ. എല്ലാത്തിലും കുട്ടികളുടെ മരണമായ പ്രവചിച്ചിട്ടുണ്ട്. ഈ വാൽപ്പാറ ദുരന്തത്തിലും കുട്ടിയുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും കുട്ടികളുണ്ട്. പിന്നെ ഇപ്പൊ ഇനി ട്രക്കിന്റെ തീപിടിക്കുന്നതിലും കുട്ടികളുണ്ട്. ഈ ട്രക്കിന്റെ കാര്യം പറയുമ്പോൾ അത് ആർമിന്റെ ട്രക്കാണോ പോലീസിന്റെ നമ്മുടെ സേന, അങ്ങനെയാണ് മായ പറയുന്നത്. നിങ്ങൾ ഈ പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മായ ഒരുപടി മുമ്പേ എറിയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഈ അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ള മൈൻഡ് ഡിസ്റ്റർബ് ആയിട്ടുള്ള സമയത്താണ് ഇത് കണ്ടത്, ഇത് നടക്കാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മായ പറയുന്നുണ്ട്. അപ്പോ ഒരു മുഴം മുമ്പേ എറിയരുത്. അഥവാ സപ്പോസ് നടന്നിട്ടെങ്കിൽ ഞാനത് ചിലപ്പോൾ മൈൻഡ് ഡിസ്റ്റർബ് ആയ സമയത്ത് കണ്ടതായിരിക്കാം, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഈ അപകടം ഈ ദുരന്തം നടക്കാതിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് പറയുന്ന പോയിന്റ് നമുക്ക് എന്താ നോക്കാം. കാര്യങ്ങളും കാണുന്നുണ്ട്. സന്തോഷമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സന്തോഷമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതായിട്ട് കാണുന്ന കാര്യങ്ങൾ അത് ആരോടെങ്കിലും പറഞ്ഞാൽ ആ കാര്യം നടക്കുന്നില്ല. അതേസമയം
അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ദുരന്തം എന്തെങ്കിലും കണ്ടാലല്ലേ അപകടങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് പേരോടെങ്കിലും പറയുവാണെങ്കിൽ അതിന്റെ തീവ്രത കുറയുന്നുണ്ട്, ആൾക്കാരൊന്നും കൂടെ അവെയർ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈവൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നില്ല എന്നുള്ള ഒരുപാട് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് പറയുമ്പോൾ അത് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കാണുന്നതും ഞാൻ എന്റെ വാട്സപ്പിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നടക്കേണ്ട കാര്യമല്ലേ, നടന്നോട്ടെ, നമ്മളായിട്ട് അത് മുടക്കണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ സംഭവിക്കുന്നില്ല. അതെന്തേ ഈ ദുരന്തങ്ങൾ മാത്രം സംഭവിക്കുന്നു, ഈ മരണങ്ങൾ മാത്രം സംഭവിക്കുന്നു? സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുന്നേ, അത് നോക്കാലോ നമുക്ക്, അത് നടക്കോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിലൊരു കാര്യം പറ, ഒരു സന്തോഷമായിട്ട് കാര്യം പറ, നമുക്ക് നോക്കാലോ നിങ്ങൾ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പ്രവചിച്ചുള്ളത്. ഇത് തന്നെയാണ് ഞാൻ ഇതിനു മുമ്പേ മായയെ കുറിച്ചുള്ള ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്തതിലും പറഞ്ഞിട്ടില്ല. ഞാൻ ചാലഞ്ച് ചെയ്യാണ്, നിങ്ങൾ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ നന്മയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ട്, അല്ലെ ഇന്ത്യയിൽ ഒരു നല്ലൊരു സംഭവം വരുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യും. ആ പ്രിഡിക്റ്റ് ചെയ്തിട്ട് അത് നടക്കുമോ നോക്കട്ടെ. ഞാൻ ഇത് ചലഞ്ച് ചെയ്യാം. ഇത് തന്നെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞത്. ഈ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന മാത്രം പറയാൻ വേണ്ടിയിട്ട് എന്തിനെത്ര മടി? അതൊന്ന് പറയാൻ നമുക്ക് കേൾക്കട്ടെ. അതിനൊരു കാരണം വെച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല, അത് നടക്കേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലാണ്. ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ല എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ളത്. അടുത്തത് നോക്കാം. ഇപ്പൊ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് അങ്ങനെ എന്തെങ്കിലും തോന്നലോ ചിന്തയോ ഉണ്ടായിരുന്നു? ഒന്നും കണ്ടില്ല. വെടിക്കെട്ട് ദുരന്തമായിട്ടല്ല ഞാൻ കണ്ടത്. ഇതിനു മുൻപൊരു ഈ നമ്മുടെ എറണാകുളത്ത് മറ്റേ വേസ്റ്റ് പ്ലാന്റിന് തീ പിടിച്ചായിരുന്നല്ലോ, ബ്രഹ്മപുരമോ. അപ്പൊ അവിടെ ഈ കണ്ട സമയത്ത് ഞാൻ അത് രണ്ടാമത് ടെലിപ്പതി നോക്കിയപ്പോ ഇതുപോലെ തീ തന്നെയാണ് കാരണമായിട്ട് കണ്ട് വലിയൊരു അപകടം നടക്കുന്നെന്ന് കണ്ടായിരുന്നു. പക്ഷേ അത് എന്റെ കൂട്ടുകാര് പറഞ്ഞത് എന്താണ്, ചിലപ്പോ അത് ആ ട്രെയിനിൽ നടന്ന തീയായിട്ട് അങ്ങ് മാറിയതായി. റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രീകോഗ്നിഷൻ ടെലിപ്പതി, അതാണ് മായ സംസാരിക്കുന്നത്. ഇതുപോലെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഇതുവരെ മായ പറഞ്ഞത് ഇങ്ങനെയാണ്, സന്തോഷമുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയാറില്ല എന്നുള്ളതാണ് മായ പറയുന്നത്. അത് സംഭവിക്കാറില്ല, പക്ഷെ ദുരന്തങ്ങൾ കാണുന്ന സമയത്ത് അത് അറിയിക്കുകയാണെങ്കിൽ ഒരു അവയർനെസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയും. ആദ്യം ഒന്നും ആളുകൾക്ക് ഇത് അത്രയും കൂടി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വീട്ടുകാർ തന്നെ പറഞ്ഞു. വെടിക്കെട്ട് ദുരന്തത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബബ്ബബ്ബ അല്ലെ, അതിനെക്കുറിച്ച് പിന്നെ ബ്രഹ്മപുരം ഇൻസിഡന്റിനെ കുറിച്ചൊക്കെ കൂട്ടിക്കുഴച്ചങ്ങ് വന്നു. പിന്നീട് അങ്ങോട്ട് നോട്ട് റീച്ചബിൾ, കണക്ഷൻ ലോസ്റ്റ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ മൊത്തം നോക്കി, ഈ വെടിക്കെട്ട് ദുരന്തത്തിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു അറിയാൻ വേണ്ടിട്ട്. ആങ്കർ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. അത് ചോദിച്ചപ്പോഴാണ്, വെടിക്കെട്ട് ദുരന്തത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് കണക്ഷൻ ലോസ്റ്റ് ആയത്, നോട്ട് റീച്ചബിൾ ആയത്. പിന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോ ആ വെടിക്കെട്ട് ദുരന്തത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും ആങ്കർ ചോദിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാലും അവര് വെടിക്കെട്ട് ദുരന്തത്തിനെ കുറിച്ച് പറയണ്ടേ? ഇല്ല, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയണ്ടേ? അതൊന്നും പറയാനുള്ള ഒരു ഇതും കാണിച്ചിട്ടുമില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പ്രവചനമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്. എന്റെ മൈൻഡിൽ വന്ന പ്രീകോഗ്നിഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇൻഡ്യൂഷൻ ആകാം. ഞാൻ ടെലിപ്പതി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് സാധാരണ ആൾക്കാർക്ക്, ഒരു കോമൺ മാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ടെലിപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയാതെ പ്രീകോഗ്നിഷൻ ആണ്, അല്ലെങ്കിൽ പോസ്റ്റ് കോഗ്നിഷൻ ആണ്, അല്ലെങ്കിൽ ക്ലെയർവോയൻസ് ആണ്, സൈറ്റോകൈനസിസ് ആണ്, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ആണ്, ഇതൊക്കെ എനിക്കും അറിയാം. അത് കൃത്യമായിട്ട് ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വാക്ക് പറയണം. ടെലിപ്പതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ എവിടുന്നോ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. അപ്പൊ ഇത് ടെലിപ്പതി അല്ല എന്നറിയാം. ഈ ടെലിപ്പതി എന്താണെന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ടെലിപ്പതി അല്ല എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ വിമർശിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അല്ല ഇത് ടെലിപ്പതി അല്ല, ഇത് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടെലിപ്പതി എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തത് എന്നാണ് മായ പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ, ഈ ടെലിപ്പതി എന്നുള്ള വാക്ക് നിങ്ങൾ എപ്പോഴാ കേട്ടു തുടങ്ങിയ? ഞാൻ ഈ സംഭവം വാൽപ്പാറ ദുരന്തത്തിന് ശേഷം ഈ ആർവിയുമായ വൈറലായതിനു ശേഷമാണ് ഈ ടെലിപ്പതി എന്നുള്ള വാക്കിനെ കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ടെലിപ്പതി എന്നുള്ള വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ഒന്ന് ടെലിപ്പതിയാണോ അല്ലെങ്കിൽ പ്രവചനമാണോ? ഈ രണ്ട് വാക്കുകളിൽ ഏതാണ് സാധാരണക്കാർക്ക്
ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അത് പ്രവചനല്ലേ? അപ്പൊ പ്രവചനം എന്നുള്ള ഉദ്ദേശിച്ചാൽ പോരെ? പ്രിഡിക്ഷൻ എന്നുള്ളത് വാക്ക് ഉപയോഗിച്ചാൽ പോരെ? ടെലിപ്പതി എന്നുള്ള വാക്ക് ഉപയോഗിക്കണോ? ഇതിൽ തന്നെ എന്തോ ഒരു ദുരൂഹതയല്ലേ? എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെയാണ് ആ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങള്. ഞാൻ അത് ഫുള്ളായിട്ട് കണ്ടാണ്. അത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാർട്ടായിട്ട് വെച്ചത്. അപ്പോ എല്ലാം മായായി തന്നെ അവസാനിക്കട്ടെ. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. സയന്റിഫിക്കലായിട്ട് പ്രൂഫ് ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കരുത്. ഒന്ന് സയന്റിഫിക്കലി പ്രൂഫ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കാൻ വളക്കൂറുള്ള മണ്ണാണ് ഈ കേരളം. ഇതും വച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഞാൻ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇതെന്റെ ഒരു പ്രവചനമായിട്ട് തന്നെ വെച്ചോ. ആ ചങ്ങായിക്ക് ഞാൻ പറയുന്ന പ്രവചനം, ഈ ടെലിപ്പതി വെച്ചിട്ട്, ഈ മായ എന്നുള്ള വ്യക്തി ഈ ടെലിപ്പതി വെച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങും. അതെന്താണെന്നും പറയാൻ കഴിയില്ല. ഒരു ബിസിനസ് തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും, തെളിഞ്ഞു വരും. ഓക്കെ, ഇത് എന്റെ പ്രവചനമായിട്ട് തന്നെ വെച്ചു. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ തള്ളിക്കരയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.